അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ നന്നായിട്ട് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇപ്പോൾ ഇതാ ഉച്ച കഴിഞ്ഞാരെയാണ് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മേലസ്റ്റോമിലൊക്കെ നന്നായിട്ട് പൂക്കൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ആന്തൂറിയം നമ്മൾ വാങ്ങിയതാണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ റോസ് ചെടിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ എത്തിയ സമയത്ത് ഇലയൊക്കെ കൊഴിഞ്ഞ് ആകെ ശോകമായിരുന്നു. ഇപ്പം നന്നായിട്ട് തളർത്ത് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് നമ്മൾ ഓരോ പൊട്ട് ചെടികൾ വാങ്ങിയിട്ട് ഇതേപോലെ കുത്തിവെച്ചതാണ്. ഇതാ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഊട്ടിയിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. ഇത് ഊട്ടിയിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതൊന്നുമല്ല, നമ്മളവിടുന്ന് കൊടുന്നതാണ്. ഇതാ മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണെന്നാണ് കേട്ടോ പറയുന്നത്. പൂക്കൾ ഉണ്ടായാലേ അറിയുള്ളൂ കേട്ടോ. ഇത് നമ്മൾ മുറ്റത്തുണ്ടായൊരു പപ്പായ മരമാണ് കേട്ടോ. ഇത് നമ്മൾ കുരങ്ങിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒളിപ്പിച്ച് എന്താ പറയുക നട്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ തലഭാഗമൊക്കെ ഒരു വട്ടം ഒടിച്ചിട്ട് പോയിരുന്നു കേട്ടോ കുരങ്ങ്. ഇതിൻ്റെ ഇല നന്നായിട്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറേ ആയി ഉണ്ടായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് പഴുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പപ്പായ പഴുത്ത് വരുന്നുണ്ട്. ഇത് ഫസ്റ്റായിട്ട് ഉണ്ടായതാണ് കേട്ടോ. ഈ ഒരു 3 ഇതിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ കായും പൂവൊക്കെ ആയിട്ട് മേലെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് രാവിലെ ദോശയും അതേമാതിരി ഗ്രീൻ പീസ് കറിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് വേറെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാനൊരു മടി. അപ്പം എന്നാൽ ഉച്ചക്കേക്ക് നമുക്ക് കുറച്ച് വഴുതന ഇരിക്കുന്നുണ്ട്. അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതൊന്ന് പൊരിക്കുകയും ചെയ്യാം. വഴുതന ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ ലഘു ഭക്ഷണങ്ങളായിരിക്കും കേട്ടോ. മടി പിടിച്ച ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒക്കെ ഫുഡുകളായിരിക്കും. കാരണം ഒഴിച്ച് കറി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. ഇത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ കറി വെക്കുക എന്നുള്ള ആ ഒരു ടെൻഷനാണ് എപ്പോഴും. ഇത് നമ്മൾ ഉപ്പേരി വെക്കും, മീൻ പൊരിക്കുകയും ചെയ്യും കേട്ടോ. മടിയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ലഘുവായിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയും അതേമാതിരി പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ വഴുതന ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി എണ്ണയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പൊരിച്ചും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ തുടക്കലൊടിക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് എല്ലാം വേറെ ഭാരപ്പെട്ട പണിയൊന്നുമില്ല.